ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബീച്ച് ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം താരമേ തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഞാൻ ഈ സിറ്റൗട്ടിൽ വന്നിരുന്ന പറയുന്നത്, അതുകൊണ്ട് റോഡിൽ കൂടെയൊക്കെയുള്ള അനൗൺസ്മെൻറ്റും വണ്ടിയുടെയൊക്കെ സൗണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോയാണ്. ഞങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് ഒരു 4-5 പേരൊക്കെ അതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വാട്സപ്പിലും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നല്ലതായിരുന്നു, ഫ്രെയിം ചെയ്ത് വെക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഒത്തിരി നന്ദിയുണ്ട്. അപ്പം ഞാൻ കണ്ണാടിയുടെ കാര്യം പറഞ്ഞാൽ, കണ്ണാടി ഞാൻ നാട്ടിൽ വന്നിട്ട് ഇവിടെ നിന്ന് വന്ന് കണ്ണ് കാണിച്ചായിരുന്നു. അപ്പോൾ പുതിയൊരു കണ്ണാടി എടുത്തു. കണ്ണാടി നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് താങ്ക്സ്. അപ്പോൾ ഇനി ഇന്നത്തെ കൊച്ചു ഒരു വീഡിയോയിലോട്ട് പോകാമേ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിന് ബെൻസി ഇവിടെ ചായ ഇടുന്നുണ്ട്. നല്ല കടുപ്പമുള്ള ചായ. അപ്പോൾ ചായ ഞാൻ അവിടെ വെച്ച് പറയത്തില്ലേ, എണീറ്റ് വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ഗ്ലാസ് ചായ തന്നായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നെന്നും. അപ്പോൾ അതൊക്കെ ഇവിടെ വന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റ് വന്നാൽ, എന്താ വേണം അനിയത്തി ഉണ്ടാക്കി തരുന്ന ചായ കുടിച്ചിരുന്നാൽ മതിയല്ലേ, ബിജിക്ക് സുഖമല്ലേ എന്ന്. സത്യം, നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇച്ചിരി കുറച്ചൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ചായയും കൊണ്ട് സിറ്റൗട്ടിലോട്ടൊന്ന് പോട്ടെ. എൻ്റെ ചായ കൂടി ഇവിടെ ഇരുന്ന കടുപ്പത്തിലുള്ള ചായ, അവളുടെ സ്പെഷ്യൽ തേയിലയാണ്. വിലയുണ്ടെങ്കിലും അതിനുള്ള ഗുണമുണ്ട്. ചായ കുടിച്ചോടാ. ജോസിൻ്റെ കടയിൽ നിന്ന് എടുത്തതാണ്. രാവിലെ നേരം ദോശയാണ്. അപ്പം ദോശ ഇങ്ങനെ മുരിഞ്ഞ് വരുവാണെങ്കിൽ ഞാൻ ദോശ മറിച്ചിടാറില്ല, അല്ലെങ്കിൽ മറിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അവളുടെ പല്ല് വേദന, പോകുന്നില്ല എന്നും പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഉണ്ടല്ലോ, ഇപ്പം പോയിട്ട് വന്നു. ഞങ്ങളൊരു ഗേറ്റ് അടച്ചിട്ട് വന്നു. കടയിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ ഞാനേ മീൻകറി വയ്ക്കാൻ പോവാ. ഞാൻ പറഞ്ഞില്ലേ, ബെൻസി ഓടിച്ചു വിട്ടതാ ഞാൻ. പല്ലുവേദനയാണെങ്കിൽ പിന്നെ അത് മുഖേന തലവേദന, ഇങ്ങനെ ഞരമ്പുകൾക്കെല്ലാം വേദന. അവൾ കുറേ നാളുകൊണ്ട് വെച്ചോണ്ടിരിക്കുക. അപ്പം ഇന്നും പോകാന്ന് പറഞ്ഞ് രാവിലെ എല്ലാം റെഡി ആകണ ഞാൻ പെട്ടെന്നൊരു പാഴ്സൽ കൊടുക്കും. പിന്നെ ഈ കൊറിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 15-ാം തീയതിക്ക് അവർക്ക് കിട്ടുകയും വേണം. തിരുവനന്തപുരത്താ. അപ്പം ഞാൻ പറഞ്ഞു പോയിട്ട് വാ, എന്ത് വന്നേലും വൈകിട്ട് വന്ന് ചെയ്യാം, പോകാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരാൾ ഉദ്ദണ്ണിച്ച് വിടുന്ന പോലെ സ്വയമേ ഞാനും അതുപോലെ ഹോസ്പിറ്റലിൽ സ്വന്തമായിട്ടൊന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ പോകത്തില്ല. ഒരാൾ ഫോഴ്സ് ചെയ്ത് വിടാനുണ്ടെങ്കിൽ പറ്റും. ഞാൻ പറഞ്ഞു പോയിട്ട് വാ, അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ചെയ്താൽ മതിയെന്ന്. അപ്പം ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ എന്നാ കഴിയുന്നതൊക്കെ ഇതൊക്കെ ചെയ്യാമല്ലോ നമുക്ക്. അവൾക്ക് ഭയങ്കര മടിയായിരുന്നു. നിങ്ങൾ തന്നെ നിർത്തിയിട്ടങ്ങനെ. ഞാൻ പറഞ്ഞു, പോ, ഞാനെന്ത് വന്നാലും ഞാനും ഒരു വീട്ടിൽ നിയന്ത്രിക്കുന്ന ആളല്ലേ,
വീട് നിയന്ത്രിക്കുന്ന ആളല്ലേ. അപ്പം അങ്ങനെയൊന്നും സാരമില്ല, നീ പോയിട്ട് വാന്ന് പറഞ്ഞു. ഈ കറിവേപ്പില എന്ന് പറയുന്നത് ഷീവ എന്ന് വന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഉണ്ടെന്ന്, ഒത്തിരി ഉണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് കുറേ കറിവേപ്പില അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് കുറച്ചെടുത്ത് അവിടെ ഫ്രിഡ്ജ് വെച്ചിട്ട് കുറച്ച് ഇവക്കും കൊണ്ടുവന്ന്. നല്ല പൊടി കറിവേപ്പിലയുടെ നല്ല മണമാങ്ങ്. ഷീവയിലെ കമ്പോട് ഒടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇതളാക്കിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് മഞ്ഞപ്പൊടിയും കൊണ്ടിട്ട് ഇതിപ്പം ഞാൻ മിക്സ് ഒരു 2 ടേബിൾ, ഇത് 2 വലിയ ടേബിൾ സ്പൂൺ, വലിയ സ്പൂണല്ല എന്നാലും കുഴപ്പമില്ല. അല്ലാതെ കാശ്മീരി ഒട്ടും എരിവില്ലാത്തതൊരു 5 ടേബിൾ സ്പൂൺ ഇട്ടു. 5 സ്പൂൺ. തീ ഏറ്റവും കുറച്ചേക്കുക, ഒന്ന് മൂക്കട്ടെ, അല്ലെങ്കിൽ കുഴച്ച് ചേർക്കാം. ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാമല്ലോ. പിന്നെ ഞാൻ എൻ്റെ മൈൻഡ് വിൻസിയുടെ ചാനലിലാണ്. അവൾ എല്ലാം പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടാവേ. കാരണം നമ്മളിപ്പോൾ എത്രയ്ക്കാന്നേലും നമ്മൾ വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന പോലെ എവിടേക്കാണ് സാധനങ്ങളെന്ന് നമുക്കറിയത്തില്ലല്ലേ. അവൾ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീ വെച്ചോ, തേങ്ങ അരച്ചോ മുളകരച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ചോളെ. എന്നാലും നമ്മുടെ നമ്മുടെ പൊടികളും ഇവിടുത്തെ പൊടികളും ഒക്കെ ചെയ്യുന്നതിന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റായിരുന്നു, നല്ലതായിരുന്നെന്ന് പറഞ്ഞ്. ഇവിടെ ഇപ്പം മീനൊന്നും അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ നേരത്തെ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ദിവസം ഒരു 3-4 വൈകിട്ടും മീൻകാർ വരുമായിരുന്നു. ഇപ്പം അങ്ങനെ കാണാനേ ഇല്ല. ചുരുക്കം ചിലപ്പം വരുമ്പം കുഞ്ഞ് പൊടിമത്തിയോ വങ്കട അത്ര താല്പര്യമില്ല, അതൊക്കെയാണ് വരുന്നത്. അല്ലാതെ നല്ല മീനൊന്നും അങ്ങനെ വരാറില്ല. ഇതെന്ന് പറയുന്നത് കൊഴിയാളയാണ്. ഒരു 2 പീസാക്കാം, കുഴപ്പമില്ലായിരുന്നു. ചിലത് ഞാൻ മുഴുവനെ അങ്ങിട്ട് ഒന്ന് വരഞ്ഞിട്ട് മീൻ വറക്കാൻ വരയുന്നത് പോലെ. അപ്പം അതെല്ലാം എനിക്ക് ഇച്ചിരി അബദ്ധം പറ്റിപ്പോയി. വലിയ ചട്ടിയായിരുന്നു. അപ്പം വെള്ളം ഇച്ചിരി കൂടിപ്പോയി. മീനെല്ലാം പറക്കിയിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് അതൊന്ന് അവിടെ കിടന്ന് തിളച്ച് വരട്ടെ. ഒരു 6 എണ്ണം എടുത്ത് ഞാനൊന്ന് വറക്കാനായിട്ട് മസാല പുരട്ടി വെക്കുന്നുണ്ട്. അപ്പം പോളിന് തേങ്ങ തിരുമാൻ കൊതിയാണ്. അപ്പോൾ ഇവിടുത്തെ ചിരവ നല്ല ചിരവയാണ്, നമുക്ക് നന്നായി തിരുമാൻ പറ്റും. അപ്പോൾ അവൻ നിന്ന് തേങ്ങ തിരുമ്മി തരുക. അവൻ ഇങ്ങനെയുള്ള കുസുമത്ത് കണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലും അവൻ തിരുമ്മിത്തരും. വീട്ടിലെന്ന് പറഞ്ഞാൽ അഞ്ചൽ. അപ്പം അവൻ തേങ്ങ തിരുമ്മിത്തന്നു. പിന്നെ മീൻകറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ കാബേജ് ഞാൻ അധികം മഞ്ഞളിട്ടില്ല. അപ്പോൾ കാബേജ് തോരനൊക്കെ റെഡിയായി. എനിക്ക് തോന്നുന്നു അവിടുത്തെ കാബേജിൻ്റെ അത്രയും സ്മെല്ല് ഇവിടുത്തെ കാബേജിനില്ലെന്ന്. ഇനി എൻ്റെ തോന്നലാണോന്നും അറിയത്തില്ല. അപ്പോൾ അവർ വന്ന ഉടനെ ഏത്തയ്ക്കാപ്പവും ബോണ്ടയും കൊണ്ടുവന്നായിരുന്നു. അപ്പം ചായയുടെ കൂടെ ഇപ്പം ഏത്തയ്ക്കാപ്പവും ബോണ്ടയും. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ജോസിനൊന്ന് വെളിയിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ പ്രൈസനും കൂടെ പോയിട്ടുണ്ട്. ഞങ്ങളന്ന് കൊണ്ടുവന്നതിൽ നിന്ന് ഒരു കുഞ്ഞൻ ചക്ക ഉണ്ടായിരുന്നു, അത് പഴുത്ത്. അതിനിയും മുറിച്ചെടുക്കട്ടെ. ചക്ക പഴുത്തത് അഞ്ചേന്ന് കൊണ്ടുവന്ന കുഞ്ഞൻ ചക്ക, പക്ഷെ നല്ല ചുളയുണ്ട്. തേൻ വരിക്കുകയാണ് കേട്ടോ. തേനങ്ങ് ഒഴുകുക. ഇവിടെ ചക്ക തിന്നാനായിട്ട് ആളുകൾ കാത്തിരിക്കുന്ന ഒരാ കുടുപ്പിൽ പിച്ച് തിന്നുവാണ്. ഇവിടെ മടലിന് വരെ നല്ല മധുരം. ഇന്നത്തെ രാത്രി ഭക്ഷണം പ്രൈസിന് ജ്യൂസ് ഒഴുകുന്ന ഇതിനകത്തുനിന്ന്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ രാത്രി ഭക്ഷണം ചക്കപ്പഴം. ഇങ്ങനെ ഇവിടെ കടിക്കണം. അപ്പോൾ ആ തേൻ അങ്ങ് ഉറിഞ്ചി കുടിക്കണം, അല്ലേ മൊത്തം വീഴും. അത്രയ്ക്ക് മധുരമോ. പിന്നെ ചക്കപ്പഴമൊക്കെ തിന്ന കുഞ്ഞൊരു ഉരുണ്ട ഇതായിരുന്നെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും കാണുമെന്ന്. നന്നായിട്ടുണ്ടായിരുന്നു. യുവമാർക്ക് തിന്ന അവസാനം മതിയെന്ന് പറയും. പിന്നെ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ കൊടുക്കുമായിരുന്നു. അപ്പം പിന്നെ അത്താഴം കഴിപ്പ് ഇതായിരുന്നു ഞങ്ങളുടെ ഇത് രാത്രിയിലത്തെ. പിന്നെ ഇത്തിരി തേയില വെള്ളവും കൂടി ഇട്ട് അങ്ങനെ ചക്കപ്പഴവും തേയില വെള്ളമൊക്കെ തിന്ന്. അപ്പം നമ്മുടെ മീൻകറി രാത്രി ആയണേ നന്നായിട്ട് വറ്റി കുറുകിയിരിപ്പുണ്ട്. എനിക്ക് അന്നേരം ഉച്ചയ്ക്ക് എടുക്കാൻ മറന്നുപോയി ലാസ്റ്റ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ഇടണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.